കായംകുളം നഗരസഭാ ഭരണം അവതാളത്തിലായെന്നാരോപിച്ച് ബി.ജെ.പി. കൗൺസിലർമാർ സമരം നടത്തി. നഗരസഭയിൽ ജനോപകാരപ്രദമായ കാര്യങ്ങളൊന്നും നടക്കാത്തതിലും നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് കൗൺസിലർമാർ നഗരസഭാ കവാടത്തിനു മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. കായംകുളം നഗരസഭയിൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഒന്നും നടക്കാത്തതിൽ പ്രതിഷേധിച്ചും നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നമ്മുടെ ഓമന ചെയർമാനെ തങ്കക്കുടമാം ചെയർമാനെ കണ്ടവരുണ്ടോ കോൺഗ്രസ് കണ്ടവരുണ്ടോ കോൺഗ്രസ് കണ്ടവരുണ്ടോ യു.ഡി.എഫ് കണ്ടവരുണ്ടോ യു.ഡി.എഫ് പദ്ധതിയെല്ലാം അവതാളത്തിൽ പട്ടണമാകെ പല വഴിയായി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, നഗരത്തിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുക, അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക, റോഡ് സുരക്ഷിതത്വത്തിന് കൗൺസിലിൽ വെച്ച ട്രാഫിക് അജണ്ട നടപ്പാക്കുക, വഴിവിളക്കിന്റെയും ശുദ്ധജലത്തിന്റെയും അപര്യാപ്തത പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് ബി.ജെ.പി. കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ചെയർമാൻ രാജേഷ് കമ്മത്ത്, സെക്രട്ടറി പുളിയറ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. കൗൺസിലർമാരായ കവിത രാജേഷ്, അനിത എസ്, ഷീല പ്രസാദ് എന്നിവർ പങ്കെടുത്തു. അതുപോലെ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള 12ഓളം ക്യാമറകളുണ്ട്, അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തനക്ഷമമാക്കുവാനുള്ള പദ്ധതി പോലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അത്തരത്തില് എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു ഭരണ നേതൃത്വമായിട്ട് മാറുകയാണ് കായംകുളം നഗരസഭ. കായംകുളത്തിന്റെ എം.എൽ.എ. യു.ഡി.എഫ്, ഭരണ സംവിധാനം യു.ഡി.എഫ്, കേരളം ഭരിക്കുന്ന യു.ഡി.എഫ്, ആ ഒരു ഭരണത്തിന് കീഴിൽ കായംകുളം പട്ടണത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കൗൺസിലർമാരായിട്ട് കഴിഞ്ഞ 8 മാസമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ കായംകുളത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യം പോലും നേടിയെടുത്തു കൊടുക്കുവാൻ ഈ ഭരണ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരിപ്പുഴ തോടിന്റെ കാര്യം, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ബി.ജെ.പി. സമരത്തിലാണ്. ഒരു ഫിസിഷ്യൻ മാത്രമാണ് ഉണ്ടായത്, ഒരു ഡോക്ടറായിരുന്നു. ഇപ്പോൾ 1-2 ഡോക്ടർമാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ആ വികസനം പലതും പല വഴിക്കുമാണ്. അതുപോലെ തന്നെ മാലിന്യ വിഷയങ്ങൾ, കറണ്ടിന്റെ വിഷയങ്ങൾ ഒക്കെ ഏത് വിഷയം എടുത്തു, ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഏത് വിഷയം എടുത്തു നോക്കിയാലും അനധികൃത നിർമ്മാണത്തിന് ചൂട്ടുപിടിക്കുന്നുള്ള കാര്യങ്ങളല്ലാതെ ഒരു പദ്ധതി നടത്തിപ്പും ഈ കായംകുളം പട്ടണത്തിലില്ല. ഇപ്പൊ ജനങ്ങൾ ഇപ്പം ഇവിടെ നോക്കിയാൽ ജനങ്ങൾ ഈ മുനിസിപ്പാലിറ്റി പല കാര്യങ്ങളും വരാറില്ല. കഴിഞ്ഞ 14 ദിവസമായിട്ട് അവർ വരാറില്ല. വരുമ്പോൾ വിജിലൻസിന്റെ കാര്യം പറഞ്ഞ് അവരെ മടക്കി അയക്കുന്ന ഒരു സംവിധാനമാണ് ഈ കായംകുളം പട്ടണത്തിലുള്ളത്. ഈ പട്ടണത്തിന്റെ അധിപൻ, നമ്മളെല്ലാവരും പറയും പട്ടണത്തിന്റെ നഗരപിതാവ്, ഈ നഗരപിതാവിനെ കണ്ടവരുണ്ടോ എന്നാണ് ജനം ചോദിക്കുന്നത്. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.